ഹായ്, എക്സൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിലിരിക്കുന്ന കുറേ പേര് ബ്രേക്കപ്പ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവരെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഉണ്ട്. സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് എന്നാണ് നമ്മളതിനെ പറയാറുള്ളത്. റിവേഴ്സ് സ്ക്രിപ്റ്റിംഗ് മെത്തേഡാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ മനസ്സിലാവും എന്നുള്ളതാണ്. ഇപ്പോൾ വേറെ കുറേ നമ്മളിങ്ങനെ ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മുന്നത്തെ വീഡിയോസിലൊക്കെ നമ്മളത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് ചെയ്ത് നോക്കിയിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പ്രയാസമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള വീഡിയോസ് എടുത്ത് നോക്കാം, അതിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, വലിയ രീതിയിൽ നിങ്ങൾക്ക് റിസ്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് പറയുന്നത് ഒരു പേപ്പർ ആവശ്യമുണ്ട്, ഒരു പേന ആവശ്യമുണ്ട്, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയാണ്, ഞാൻ പറയാം. നിങ്ങൾ ഈ ഒരു പേപ്പറിൽ കുറച്ച് കാര്യങ്ങൾ എഴുതാനുണ്ട്. അപ്പോൾ എഴുതാന്ന് പറയുന്ന സമയത്ത് വേറെ ഒന്നുമില്ല, നമ്മൾ ലെറ്റർ എഴുതുമല്ലോ, ആ ലെറ്ററിൻ്റെ ആ ഒരു മോഡലിലാണ് നമ്മൾ എഴുതേണ്ടത്. ഫ്രമ്മും ടു ഒക്കെ വെച്ചുകൊണ്ട് ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. ഒരു ബുക്കിൻ്റെ പേപ്പർ പേജ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ മതി, A4 ഷീറ്റ് ആണെങ്കിൽ അങ്ങനെ ഒരു വൈറ്റ് പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഇനി ഒരു പേനയും കയ്യിലെടുക്കാം. ഇനി നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. ഫ്രമ്മിൽ എഴുതേണ്ടത് അവരുടെ അഡ്രസ്സാണ്. അതായത് നിങ്ങൾ ആരാണോ നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ എക്സ് ഉണ്ടായിരിക്കുമല്ലോ, അവരുടെ അഡ്രസ്സാണ് നിങ്ങൾ ഫ്രമ്മിൽ എഴുതേണ്ടത്. ദെൻ ടൂവിൽ എഴുതേണ്ടത് നിങ്ങളുടെ അഡ്രസ്സാണ് എന്നുള്ളതാണ്. അതായത് അവർ നിങ്ങൾക്ക് ലെറ്റർ എഴുതുന്ന പോലെയാണ് ഈ ഒരു സ്ക്രിപ്റ്റിംഗ് മെത്തേഡിൽ നിങ്ങൾ ചെയ്യേണ്ടത്. റിവേഴ്സ് സ്ക്രിപ്റ്റിംഗ് മെത്തേഡാണ്. സോ ചെയ്യേണ്ടത് അവർ നിങ്ങൾക്ക് ലെറ്റർ എഴുതുന്നു എന്നുള്ള ആ ഒരു രീതിയിലാണ്. അപ്പം ഇനിയിപ്പോൾ അഥവാ അവരുടെ ഫുൾ ഡീറ്റെയിൽസും അഡ്രസ്സും കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ പേര് വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ടൂവിൽ നിങ്ങളുടെ അഡ്രസ്സും കൂടി എഴുതാം. ഇനി എഴുതേണ്ട കാര്യം എന്ന് പറയുമ്പോൾ അവരെന്താണ് നിങ്ങളോട് പറയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായത് അവർ നിങ്ങളുടെ അടുത്ത് ഇപ്പം നീ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല, നമുക്ക് ഓക്കെ ആവണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുണ്ടാവുമല്ലോ. അപ്പോൾ എന്താണ് നിങ്ങളോട് പറയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങൾ ആ ഒരു പേപ്പറിൽ എഴുതുക എന്നുള്ളതാണ്. ഒരു 1-2 പാരഗ്രാഫൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. വളരെ കുഞ്ഞതായിട്ട് വേണ്ട, ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ അത്യാവശ്യമൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ അതേപോലെ 2 പാരഗ്രാഫൊക്കെ ആയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഫ്രം എഴുതേണ്ടത് അവരുടെ അഡ്രസ്സാണ്, ടു എഴുതേണ്ടത് നിങ്ങളുടെ അഡ്രസ്സാണ്. ഇനി അവർ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങളാണ് നിങ്ങൾ ഇതിൽ എഴുതേണ്ടത്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇത് നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ദൂരം എന്ന് പറഞ്ഞാൽ ഒരുപാടല്ല, ഒരു 5-10 കിലോമീറ്ററൊക്കെ ദൂരെ ചെന്നിട്ട് ഇതൊന്ന് പോസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ പോസ്റ്റ് മീൻസ് നിങ്ങളുടെ അഡ്രസ്സാണ് നിങ്ങൾ ടു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ ഒരു ലെറ്റർ അധികം വൈകാണ്ട് 2-3 ദിവസത്തിനുള്ളിൽ കിട്ടുമായിരിക്കാം. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ലെറ്റർ വായിക്കുക. അപ്പോൾ വായിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അവർ ശരിക്കും നിങ്ങൾക്ക് ലെറ്റർ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷമാണ് ഉണ്ടാവുക, ആ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടായിരിക്കുക, അത്രയും സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണം എന്നുള്ളതാണ്. ആ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കണം. അതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെങ്ങനെയാണ്, അങ്ങനെ ഫീലിങ്സ് ഉണ്ടെങ്കിലും നമുക്കറിയാലോ ഇത് നമ്മൾ തന്നെ എഴുതിയതാണെന്നുള്ളത് അറിയാലോ, അപ്പോൾ എങ്ങനെ ശരിയാവും എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു കാര്യം അറിയില്ല. അതായത് സത്യം എന്താണ്, നുണ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ല. അപ്പം നമ്മൾക്ക് ആ ഒരു ഫീൽ വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് അത് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇത് സത്യമാണ്, അവർ നമുക്ക് ലെറ്റർ എഴുതിയതാണ് എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വരും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിലാവുന്ന സമയത്ത് നമ്മുടെ ആ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ ഇത് സത്യമാക്കാനുള്ള പ്രവൃത്തികൾ ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഈ ലെറ്റർ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത്രയും ഫീലിങ്സോട് കൂടിയിട്ട് നിങ്ങൾ വായിക്കുക. ഇനിയിപ്പോൾ ചിലർക്ക് എന്ന് പറയുമ്പോൾ ഇത് പോസ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലെറ്റർ എഴുതിയിട്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ആയിട്ട് ആ ലെറ്റർ എടുത്ത് വായിക്കുക. നിങ്ങൾക്ക് ഒരു പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് തന്നതുപോലെ തന്നെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ലെറ്റർ കിട്ടിയതുപോലെ നിങ്ങളതെടുത്ത് വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ആ ഒരാൾ പോസ്റ്റ് ചെയ്ത പോലെ ആയിരിക്കണം നിങ്ങളുടെ ഫീലിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളത് ആ ഫീലിങ്സോട് കൂടിയിട്ട് വായിക്കാം. ഇത്രയാണ് ചെയ്യാനുള്ളത്. ഇതൊരു 7 ദിവസമാണ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ദിവസമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുന്നത് പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 7 ദിവസം നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു സ്ക്രിപ്റ്റിംഗ് മെത്തേഡാണ്. ഇത് ചിലപ്പോൾ കുറേ പേർക്ക് അറിയുന്നുണ്ടായിരിക്കാം, കുറേ പേർക്ക് അറിയാത്തവരും ഉണ്ടാവും. അപ്പോൾ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോസിൽ ഇതിലെന്ന് മാത്രമല്ല, നമ്മൾ കുറേ വീഡിയോസിൽ ഇത്തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ടെക്നിക്കുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം യഥാർത്ഥമാകുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവുകയുള്ളൂ. സോ ഈ പറഞ്ഞ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അതിൻ്റെ മാജിക് എത്രത്തോളമാണെന്നുള്ളത് നിങ്ങൾക്ക് അപ്പോഴാണ് മനസ്സിലാവുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്യും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്